വേണ്ടിയാണ്. ആ ആളുടെ കയ്യിൽ തന്നെയാണ് സ്വർഗത്തിന്റെ താക്കോലമുള്ളത്. ഇതിലെ ഏതെങ്കിലും ഒന്ന് ഇബ്രാഹിം നബിക്ക് കൊടുത്തൂടെ? കൊടുക്കൂല. അള്ളാഹ് കൊടുക്കൂല. മുത്തനബി ലിവാഉൽ ഹംദ് ഉണ്ടല്ലോ, എന്നാ പിന്നെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് ഇബ്രാഹിം നബിനെ പറഞ്ഞയച്ചൂടെ? അള്ളാഹ് പറഞ്ഞേക്കൂല. എന്നാ പിന്നെ സ്വർഗത്തിന്റെ താക്കോൽ ആദം നബിക്ക് കൊടുത്തൂടെ? ഈ കണ്ട ആൾക്കാരുടെ ഒക്കെ വല്ലിപ്പല്ലേ, ആദ്യം മൂപ്പര് പോയിക്കോട്ടെ. ഇല്ല, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. അന്ന് എല്ലാവരും സമന്മാരാണ്. ഇല്ലാ വാഹിദുൻ, ഒരാളൊഴികെ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബി തങ്ങൾ ഇങ്ങനെ മഹ്ശറിലേക്ക് വരുന്ന നേരം ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിങ്ങള്. ആൾക്കാര് ഈ ഒരാൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കണത്, ഈ ഒരാൾക്ക് വേണ്ടിയാണ്. അതാ ആ രക്ഷകൻ കടന്നു വരാൻ, ഞാനുണ്ടല്ലോ അവനെ രക്ഷപ്പെടുത്താൻ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾ വരുന്ന നേരം ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ, 1000 സൂര്യൻ ഉദിച്ച പ്രകാശത്തോടെ, പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ്, സ്വർണത്തിന്റെ കിരീടമണിഞ്ഞ്, രാജാവിനെ പോലെ സ്വർണരഥത്തിലേറി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറ എന്ന് പറയുന്ന മഹാസംഗമത്തിന്റെ വേദിയിലേക്ക് കടന്നു വരുന്ന ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓടി വന്നുകൊണ്ട് മുത്തുനബി തങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ട് കെഞ്ചുകയാണ്. യാ ബുനയ്യ ഇജഅൽനി മിൻ ഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിൽ ഒരാളായി ഇന്നെന്നെ പരിഗണിക്കുമോ മോനെ എന്ന് വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കേണപേക്ഷിക്കുന്ന രംഗം.